ലാൽസലാം പ്രിയപ്പെട്ട സഖാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ്, ജോയിൻറ്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ട്രഷറർ, മറ്റ് അഡ്മിൻ സഖാക്കളെ, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയുടെ കരുത്തും ശക്തിയും അതിൻ്റെ നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയരായ നല്ലവരായ സഖാക്കളെ, നമ്മളിന്ന് പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ ആദ്യകാലത്തെ കുറച്ച് സഖാക്കളെക്കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലാണ് നമ്മളിന്ന് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നമുക്കറിയാം, നിരവധി ചോരച്ചാലുകളുടെ നീന്തിക്കയറിയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ എന്ന് പറയുമ്പോൾ നമുക്കെന്നും അവരൊരു വീരനായകരാണ്. അത്തരത്തിൽ ജനമനസ്സുകൾ കീഴടക്കിയ അവരിൽ നിന്നും ചിലരുടെയൊക്കെ പേരുകൾ കേൾക്കുമ്പോൾ ഉള്ള ഒരു ആവേശം അതൊന്ന് വേറെ തന്നെയാണ്. നമുക്കറിയാം, നമ്മളിൽ പലരും, ഞാനടക്കമുള്ള സഖാക്കൾ, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും അതുപോലെ തന്നെ പത്രങ്ങൾ വായിക്കാനും പഠിച്ച കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പേരും നമുക്ക് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. AKG, EMS കൃഷ്ണപിള്ള, ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ നിരവധി തവണ നിരവധി വേദികളിൽ കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട, ചരിത്രം നിർമ്മിക്കുന്ന കാലത്ത്, ചരിത്രമുണ്ടാകുന്നിടത്തു നിന്നും നവചരിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ട അനവധി വിപ്ലവകാരികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിപ്ലവകാരികളെക്കുറിച്ച് ആയിരത്തി 1992-94 കാലഘട്ടങ്ങളിലാണ് ഞാനൊരു പാർട്ടി മെമ്പറാകുന്നത്. അതിന് എത്രയും മുമ്പ് തന്നെ, ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ പാർട്ടി സഖാക്കളോടൊപ്പം, എൻ്റെ പിതാവിനോടൊപ്പം അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നാട്ടിലെ ചില പ്രവർത്തനങ്ങൾ ചെയ്യുകയും, കൊടി കെട്ടുകയും, തോരണങ്ങൾ കെട്ടുകയും, സ്റ്റേജ് കെട്ടുന്നിടത്ത് പോവുകയും ആവുന്നതൊക്കെ ചെയ്യുന്ന കാലത്ത് തന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. കാരണം ഇതൊക്കെ എൻ്റെ ഒരു അവകാശവും കടമയുമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അക്കാലം മുതൽ ചില നേതാക്കൾ, അവരെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ഉള്ള ചെറിയ രീതിയിലുള്ള ശ്രമം നടത്തി വന്നിരുന്നു എന്ന് ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാലത്ത് ചരിത്രം എന്ന് പറയുന്നത് വ്യക്തികളുടെ ചരിത്രമായിരുന്നു. രാജാക്കന്മാർ, ചക്രവർത്തികൾ, അക്രമകാരികൾ, ലോകോപകാരികളായ മഹാന്മാർ, മതസ്ഥാപകർ എന്നിങ്ങനെ പോകുന്നു ചരിത്രത്തിലെ നായകന്മാരുടെ ഗണങ്ങൾ. 18-ാം നൂറ്റാണ്ടിൽ ആധുനിക മുതലാളിത്ത വികസനത്തിൻ്റെ ഭാഗമായി യൂറോപ്പിലും ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ സമരങ്ങളുടെ ഭാഗമായി മൂന്നാം ലോക രാഷ്ട്രങ്ങൾ എന്ന് ഇന്ന് നാം വിശേഷിപ്പിക്കുന്ന രാഷ്ട്രങ്ങളിലും ദേശീയ രാഷ്ട്രം, നാഷണൽ സ്റ്റേറ്റ്സ് എന്ന സങ്കല്പനവും ആദർശവും രൂപമെടുക്കാൻ തുടങ്ങിയപ്പോൾ ചരിത്രം രാഷ്ട്രങ്ങളുടെ ഉത്ഭവ വികാസ കഥകളായി മാറി. ഈ പ്രക്രിയയിൽ പങ്കുള്ള വ്യക്തി പ്രതിഭകളെ അത്തരത്തിൽ മാത്രം ചരിത്രകാരന്മാർ പരിഗണിച്ചു. മുതലാളിത്ത വികസനം മുന്നോട്ട് പോയി. വർഗസമരങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളും വ്യാപിച്ചതോടെ ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമായാലേ ശാസ്ത്രയുക്തമാകൂ എന്ന ധാരണ പ്രബലപ്പെട്ടു. അതുകൊണ്ടാണ് മാർക്സും എംഗൽസും ചേർന്ന് എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ 1948 1-ാം അധ്യായം ഇങ്ങനെ ആരംഭിച്ചത്: നാളിതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം അത് വർഗസമരങ്ങളുടെ ചരിത്രമാണ്. നാം ഇന്നിവിടെ പരിചയപ്പെടുന്നത് തമിഴ്നാട്ടിൽ ആദ്യമായി അമ്മ എന്നർത്ഥം വരുന്ന, നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നതിന് പകരം തമിഴ്നാട്ടിലുള്ളവർ ആത്ത എന്നാണ് വിളിക്കാറുള്ളത്. അത്തരത്തിൽ അത്ത, ആത്ത എന്നൊക്കെ വിളിക്കും. അത്തരത്തിൽ
ആത്ത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു നല്ല ഗായികയും, നമുക്കറിയാം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ തുടക്കകാലം മുതൽ തന്നെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നാടകത്തിന് ഗണ്യമായ വലിയ മുഖ്യമായ ഒരു സ്ഥാനമുണ്ട്. നമുക്കറിയാം വിപ്ലവകാരി സപ്തരാശ്മി തെരുവ് നാടകത്തിൻ്റെ വക്താവായിരുന്നു. അദ്ദേഹം നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അത്തരത്തിൽ സങ്കല്പനവും ആദർശവും രൂപമെടുക്കാൻ തുടങ്ങിയപ്പോൾ ചരിത്രം രാഷ്ട്രങ്ങളുടെ ഉത്ഭവ വികാസ കഥകളായി മാറുകയുണ്ടായി. ഈ പ്രക്രിയയിൽ പങ്കുള്ള വ്യക്തിപ്രതിഭകളെ അത്തരത്തിൽ മാത്രം ചരിത്രകാരന്മാർ പരിഗണിച്ചു. മുതലാളിത്ത വികസനം മുന്നോട്ട് പോയി വർഗസമരങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളും വ്യാപിച്ചതോടെ ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമായാലേ ശാസ്ത്രയുക്തമാകൂ എന്ന ധാരണ പ്രബലപ്പെട്ടു. അതുകൊണ്ടാണ് മാർക്സും എംഗൽസും ചേർന്നെഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ 1948 ഒന്നാം അധ്യായം ഇപ്രകാരം ആരംഭിച്ചത്: നാളിതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം അത് വർഗസമരങ്ങളുടെ ചരിത്രമാണ് എന്നുള്ളത്. പ്രിയപ്പെട്ട സഹാക്കളെ, ആമുഖം ഇവിടെ അവസാനിക്കുകയാണ്. അത്തരത്തിൽ നിരവധി പോരാട്ടങ്ങളുടെ ഇതിഹാസോജ്വലമായ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച, അല്ലെങ്കിൽ ഒരു നല്ല നാളേക്ക് വേണ്ടി ചെങ്കൊടി പിടിച്ച് പോരാടിയ ആദ്യകാല നേതാക്കന്മാർ, അത്തരത്തിലുള്ള ഒരു നേതാക്കളെ പരിചയപ്പെടുത്തുന്ന ക്ലാസ്സാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സഖാവിനെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നാടിൻ്റെ തൊട്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേര് പിടിപ്പിക്കുന്നതിൽ ശക്തമായി പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര പോരാളി കൂടിയായിരുന്നു സഖാവ് KP ജാനകി അമ്മാൾ. അത്തരത്തിലുള്ള ഒരു സഖാവിനെ, അല്ലെങ്കിൽ KP ജാനകി അമ്മാൾ, അവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ അല്ലെങ്കിൽ പ്രമാണിമാരുടെ ആളുകൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം KPAC പോലുള്ള നിരവധി സംഘടനകൾ ഇടതുപക്ഷത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് തോപ്പിൽ വാസിയെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ നമ്മുടെ ഓർമ്മയിൽ തന്നെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നാടകരംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സഖാവ് കൂടിയാണ് സഖാവ് KP ജാനകി അമ്മാൾ എന്ന് നമുക്ക് ഇവിടെ സ്മരിക്കാം. നമ്മളിൽ പലർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ജാതീയതയും പുരുഷ മേധാവിത്വവും കൊടിപാറിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടം. ഒരു സ്ത്രീ നാടകത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു അസാധാരണ ധൈര്യവും ഏതു തരം എതിർപ്പിനെയും നേരിടാനുള്ള ചങ്കൂറ്റവും ആ സ്ത്രീക്ക് ആവശ്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ ധൈര്യവും അതിനുള്ള ചങ്കുറപ്പും പ്രകടിപ്പിച്ച ധീരവിപ്ലവകാരിയായിരുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സഖാവ് KP ജാനകി അമ്മാൾ. സുഹൃത്തുക്കളും അതുപോലെ തന്നെ വിപ്ലവകാരികളും ഒക്കെ അതുപോലെ തന്നെ അവരെ പരിചയപ്പെട്ടവരുമൊക്കെ അവരെ അമ്മ എന്ന ഓമന പേരിൽ വിളിച്ചിരുന്ന ഒരു സഖാവാണ് KP ജാനകി അമ്മാൾ. ഞാൻ മുൻപ് പറഞ്ഞു, എല്ലാവരും അവരെ അമ്മ എന്നറിയപ്പെടുന്ന വാക്ക് വരുന്ന ആത്ത എന്നാണ് വിളിച്ചിരുന്നത്. കാരണം സ്ത്രീകൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള യാതൊരുവിധ അവസരവും ആ കാലത്തെ പുരുഷ മേൽക്കോയ്മയുടെ ആളുകൾ നൽകിയിരുന്നില്ല എന്ന് മാത്രമല്ല, സ്ത്രീകളും അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ
തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് സത്യം. കാരണം നാടകങ്ങളിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീ നാടകത്തിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പുരുഷ മേൽക്കോയ്മയുടെ കാലഘട്ടത്തിൽ സ്ത്രീകളെ അടിച്ചമർത്തപ്പെട്ട വിഭാഗമാക്കി കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. അത്തരത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ ജാതീയ പ്രശ്നങ്ങളുടെ ഒരു മേധാവിത്വം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കീഴ്വെൺമണി കലാപങ്ങളുമൊക്കെ തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗത്തിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സിനിമ വന്നു. തമിഴ് നടൻ സൂര്യ അഭിനയിച്ച ജാതി മേൽക്കോയ്മയുടെയും അധസ്ഥിതി വിഭാഗത്തിൻ്റെയും ക്രൂരതയെക്കുറിച്ചുള്ള നല്ല സിനിമയായിരുന്നു. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്തും പോലും നടക്കുന്ന ഈ സന്ദർഭത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. എന്നാൽ അതിലും രൂക്ഷമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിലെ ദശകം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ നാടകങ്ങളിലേക്ക് സ്ത്രീകളുടെ വേഷം കെട്ടുന്നത് പോലും പുരുഷന്മാരായിരുന്നു. പലർക്കും അറിയാവുന്നതുപോലെ ഇന്നും തമിഴ്നാട്ടിൽ, അല്ലെങ്കിൽ തമിഴ്നാട് ജാതി സ്ഥിതികളിൽ നിന്നും തീർത്തും മോചിതമായിട്ടില്ല എന്ന് കാണാൻ കഴിയും. പല സ്ഥലങ്ങളിലും നമ്മളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്, വിദൂരതയിലൊന്നുമല്ല, ഒരു 5-8 വർഷത്തിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഒരു പ്രിയങ്കരനായ സഖാവ്, ആ സഖാവ് ഒരു വഴി നടന്നു എന്നതിൻ്റെ പേരിൽ, ഒരു വഴിയിലൂടെ നടന്നു പോയി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അമ്മയെ അതിമാരകമായി അടിച്ച് പരിക്കേൽപ്പിക്കുകയും ആ സഖാവിനെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്ത വാർത്ത നമ്മളിൽ പലരും അന്നത്തെ ആ കാലഘട്ടത്തിൽ, ആ സന്ദർഭത്തിലുള്ള പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അത്രമേൽ രൂക്ഷമായ, അല്ലെങ്കിൽ ഇന്നും രൂക്ഷമായി നിലനിൽക്കുന്ന, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തമിഴ്നാട്ടിലെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ, തമിഴ്നാട്ടിലെയും ഇന്ത്യയിലെയും കണക്കെടുത്ത് നോക്കിയാൽ തന്നെ ആദ്യകാല മഹിളാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രമുഖയായിരുന്നു KP ജാനകി അമ്മാൾ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അവരെ പറ്റി പരാമർശിക്കാതെ തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇന്ത്യയിലെ ആദ്യകാല മഹിളാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയോ അവരുടെ ചരിത്രങ്ങളെയോ പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. ഏതാണ്ട് 1917 ഒരു സാധാരണ കുടുംബമായ ഗ്രാമീണ കുടുംബത്തിലാണ് സഖാവ് ജാനകി അമ്മാൾ ജനിച്ചത്. സഖാവിന് 8 വയസ്സുള്ളപ്പോൾ സഖാവിൻ്റെ അമ്മ മരണപ്പെട്ടുപോയി. പിന്നീട് അവർ അവരുടെ അമ്മുമ്മയുടെ സംരക്ഷണത്തിലാണ് സഖാവ് KP ജാനകി അമ്മാൾ വളർന്നത്. അങ്ങനെ വളരുന്ന കാലഘട്ടത്തിൽ തന്നെ, വിദ്യാർത്ഥിനിയായിരിക്കെ തന്നെ സഖാവ് ഖാദി പ്രസ്ഥാനത്തിൽ ഉണ്ടായി. അതിൻ്റെ ഭാഗമായി പതിവായി ചർക്കയിൽ നൂൽ കോർക്കുകയും അതുപോലെ തന്നെ ഈ യാഥാസ്ഥികത്വത്തോട് കലഹം കൂടുമൊക്കെ ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു ചെറുപ്പം മുതൽക്കേ അവർ പ്രകടിപ്പിച്ചിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെയാണ് ഒരു നാടക സംഘത്തിൽ സഖാവ് ചേരാനിടയായത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കാലഘട്ടം ഞാൻ മുകളിൽ സൂചിപ്പിച്ചു, ഒരു വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. ആ കാലങ്ങളിൽ തമിഴ് നാടകങ്ങളിൽ ഗാനങ്ങൾക്കായിരുന്നു സംഭാഷണങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്തിരുന്നത്. അത് ഇന്നും ഗാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്ന ഒരു മേഖലയാണ് തമിഴ്നാട്. തമിഴ് സിനിമകളിൽ
പല സിനിമകളിൽ നമുക്കറിയാം ഗാനങ്ങൾക്കാണ് ഏറെ പ്രത്യേകത ഉണ്ടാകാറുള്ളത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. സഖാവ് ജാനകിയുടെ ശബ്ദം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ശബ്ദമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഗാനങ്ങളെ ജനങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ആകർഷിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ അവർ അഭിനയത്തിലും ഒരു നല്ലൊരു അഭിനേത്രി എന്ന നിലയിൽ പ്രസിദ്ധി നേടാനും ആ സഖാവിന് സാധിച്ചിരുന്നു. അഭിനയ രംഗത്ത് ഉറച്ചു നിന്നിരുന്നെങ്കിൽ ആ രംഗം തന്നെ അവർക്ക് കീഴടക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ചരിത്ര നിയോഗം മറ്റൊന്നായിരുന്നു എന്നുള്ളത് കൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തെത്തി എന്നുള്ളത് മാത്രം ആ കാലങ്ങളിൽ ഈ നാടകങ്ങളിൽ അധികവും പുരാണ കഥകളെയും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ ജീവിതത്തെയും ഇതിവൃത്യമാക്കി കൊണ്ട് രചിച്ചവയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവയിലൊക്കെ പുരുഷ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ജാനകി അമ്മാൾ സ്ത്രീകൾ നാടകത്തിൽ അഭിനയിക്കാൻ മടിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ പുരുഷ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് തൻ്റെ ധീരത പ്രകടമാക്കി. അങ്ങനെ പുരുഷ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായി ജാനകി അമ്മാളിന് തമിഴ്നാട്ടിൽ മറ്റൊരു പേര് കൂടി കിട്ടുകയുണ്ടായി. അത് രാജാപാർട്ടി ജാനകി എന്നായിരുന്നു. ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ ദേശീയ നേതാക്കളൊക്കെ ജനങ്ങളിൽ ദേശാഭിമാനം വളർത്താനും ഇളക്കിവിടാനും നാടകങ്ങളെ സമർത്ഥമായി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. നാടകങ്ങളിൽ പെട്ടെന്ന് തിരിച്ചറിയാനാവാതെ വിധം ദേശഭക്തി ഗാനങ്ങളും അതുപോലെ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ ഗാനങ്ങളും ഒക്കെ തിരികെ കയറ്റിയായിരുന്നു അവർ ആ കാലത്ത് നാടകങ്ങൾ അവതരിപ്പിക്കുമായിരുന്നത്. സംഭാഷണങ്ങൾ വലിയ രീതിയിൽ, കാരണം അതൊക്കെ ജനങ്ങൾ കേട്ട് വികാരഭരിതരാവുകയും ആവേശം കൊള്ളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ പോലീസിന് ഇവരുടെ ഈ തന്ത്രം മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ ഒരു നാടകം അരങ്ങേറുന്നതിന് മുൻപ് അതിൻ്റെ ഒരു കയ്യെഴുത്ത് കോപ്പി പോലീസിന് സമർപ്പിച്ചുകൊണ്ട് അനുമതി വാങ്ങണമെന്നൊരു നിബന്ധന അവർ മുന്നോട്ട് വെക്കുകയുണ്ടായി. അങ്ങനെ അവർ പരിശോധിച്ചതിന് ശേഷം ചില നാടകങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ പ്രദർശന അനുമതി പോലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുകളിൽ സൂചിപ്പിച്ച് സഖാവ് ജാനകിയുടെ ശബ്ദം വളരെ മനോഹരമായിരുന്നു എന്ന്. ജാനകിയുടെ ശബ്ദം വളരെ മനോഹരമായിരുന്നു എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെ നാടക സംഘത്തിൽ ചേർന്നതോടെ ആ സംഘത്തിൻ്റെ നാടകങ്ങൾക്ക് നല്ല ഡിമാൻഡായി മാറുകയുണ്ടായി. ആ നാടകത്തിൽ ജാനകി അഭിനയിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ ആ നാടകം കാണാൻ ജനങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. അതിലൂടെ നാടക സംഘത്തിൻ്റെ വരുമാനവും അതുപോലെ തന്നെ അവരുടെ വരുമാനവും വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചു. അങ്ങനെ നാടകത്തിൻ്റെ വരുമാനം വർദ്ധിച്ചതോടെ അവർക്ക് സുഖമായി ജീവിക്കാമെന്ന ഒരു വലിയ സ്ഥിതി തന്നെ ഉണ്ടായി. ഇതിനിടെയാണ് സഖാവ് സംഘത്തിലെ ഹാർമോണിസ്റ്റ് കൂടിയായ ഗുരുസ്വാമിയുമായി പ്രണയത്തിലാകുന്നത് അല്ലെങ്കിൽ അടുക്കുന്നത്. ആ അടുപ്പം പിന്നീട് അവരുടെ വിവാഹത്തിലെത്തി. എന്നാൽ ഗുരുസ്വാമി ആദ്യമേ ഒരു വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായിരുന്നു. എന്നാൽ ജാനകിയെ വിവാഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ അറിവും സമ്മതത്തോടും കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 1934
അപ്പോൾ നമ്മുടെ സഖാവ് ജാനകിക്ക് പ്രായം വെറും 17 വയസ്സ് മാത്രമായിരുന്നു. ഗുരുസ്വാമി എന്നുള്ളത് വെറുമൊരു ഹാർമോണിസ്റ്റ് മാത്രമല്ല, നല്ലൊരു ദേശീയവാദി കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ലൊരു കോൺഗ്രസ്സുകാരനുമായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആ കാലം, ആ സഖാവ് നേരത്തെ തന്നെ ചർക്കയിൽ നൂൽക്കുകയും ചർക്കയിൽ നൂൽക്കാൻ തുടങ്ങിയ ദേശീയ സമരത്തെ താല്പര്യപൂർവ്വം നോക്കിക്കണ്ട ജാനകി അമ്മാളിൽ ഗുരുസ്വാമിയുടെ സ്വാധീനം മൂലം ദേശീയ ബോധം കൂടുതൽ ശക്തമായി. അങ്ങനെ അവരും കോൺഗ്രസിൽ അംഗത്വമെടുത്തു. അതിനുശേഷം കോൺഗ്രസിന്റെ വേദികളിൽ അവർ പാടാൻ പോകുന്ന ഒരു അവസ്ഥയും വന്നു ചേർന്നു. ഭാരതിയുടെ ഗാനങ്ങളും ഗാന്ധിയെയും നെഹ്റുവിനെയും കുറിച്ചുള്ള ഗാനങ്ങളും ഒക്കെ ഇമ്പമാർന്ന സ്വരത്തിൽ അവർ പാടുമ്പോൾ ആ സദസ്സാകെ ഇളകി മറിയുമായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അവർ പാടുന്ന യോഗങ്ങളിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പങ്കെടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. അതിനാൽ കോൺഗ്രസിന്റെ യോഗങ്ങളിൽ പ്രമുഖ നേതാക്കൾ പ്രസംഗിക്കുന്ന വേദികളിൽ പോലും സഖാവ് ജാനകിയുടെ പാട്ട് ഒരു പ്രധാന ഘടകമായി മാറുകയുണ്ടായി. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ജാനകി ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുന്ന വേദികളിൽ മാത്രമേ ചില കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കുകയുള്ളൂ എന്നിടത്തോളം സ്ഥിതിഗതികൾ എത്തുകയുണ്ടായി. മധുരയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ അവർക്ക് ക്ഷണം ലഭിച്ചു തുടങ്ങി. എന്നാൽ അത്തരം പരിപാടികളെല്ലാം തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് അത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു രീതിയായിരുന്നു ആ സഖാവ് സ്വീകരിച്ചിരുന്നത് എന്നും നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായി കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നാടകങ്ങളിൽ അഭിനയിക്കുക എന്നുള്ള ധൈര്യവും ആത്മവിശ്വാസവും അതിനോടൊപ്പം തന്നെ സാഹസിക പ്രവർത്തനങ്ങളോട് എന്നും വല്ലാതൊരു കമ്പമായിരുന്നു സഖാവ് ജാനകി അമ്മാളിന് എന്നും നമുക്ക് അതുവഴി മനസ്സിലാക്കാൻ കഴിയും. കാരണം ഏതൊരു സാഹസികതയും അവർ സ്വീകരിച്ചിരുന്നു, അതിനായി തയ്യാറായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു സാഹസികതയായിരുന്നു ഗുരുസ്വാമിയുമായുള്ള വിവാഹം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹസികതയായിരുന്നു ഗുരുസ്വാമിയുമായുള്ള വിവാഹം പോലും എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം അത്തരത്തിലൊന്നാണല്ലോ പേര് കേട്ട നാടക നടൻ വിശ്വനാഥ് ദാസ്. ഈ വിശ്വനാഥ ദാസിനോടൊത്തുള്ള അഭിനയം അതാണ് മറ്റൊരു വലിയ വിപ്ലവമായിരുന്നു. കാരണം വിശ്വനാഥ് ദാസ് ഒരു താഴ്ന്ന ജാതിക്കാരനാണ്. അതുകൊണ്ട് തന്നെ താഴ്ന്ന ജാതിക്കാരനോടൊപ്പം അഭിനയിക്കാൻ മറ്റു സ്ത്രീകൾ ആരും തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കാൻ മറ്റ് സ്ത്രീകളൊന്നും തയ്യാറായിരുന്നില്ല എന്നുള്ളത് കാണാൻ കഴിയും. തികഞ്ഞ ദേശാഭിമാനി കൂടിയായ വിശ്വനാഥദാസിനോടൊപ്പം അഭിനയിച്ചുകൊണ്ട് അന്നത്തെ കടുത്ത യാഥാസ്ഥികത ചിന്തയോടും അത്തരം പ്രവൃത്തിയോടും സഖാവ് ജാനകി അമ്മാൾ കടുത്തര പകരമാണ് ഏൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ്. ഗുരുസ്വാമി ജാനകി ദമ്പതിമാരുടെ വീട് ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഗമ കേന്ദ്രമായി മാറിയിരുന്നു എന്നും നമ്മൾ കാണും. അവിടെ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ സഖാവ് ജാനകിയുടെ രാഷ്ട്രീയ ബോധം കൂടുതൽ വളർത്തിയെടുത്തു എന്നതാണ് നമുക്ക് അതിലൂടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മിതവാദിയും അതുപോലെ തന്നെ തീവ്രവാദവും തമ്മിലുള്ള പോരാട്ടത്തിൽ സഖാവ് ജാനകി തീവ്രവാദത്തിന്റെ പക്ഷം ചേർന്ന് നിന്ന് ക്രമേണ അവരിൽ സോഷ്യലിസ്റ്റ് ആശയം
വല്ലാതെ ആകർഷിച്ചു. ഈ ഒരു കാലഘട്ടത്തിലാണ് അവരുടെ ജീവിതത്തിൽ ചെറിയൊരു ദുരന്തമുണ്ടായത്. അവർ പ്രസവിച്ച കുട്ടി ചാപിള്ളയായി മാറുകയുണ്ടായി. അതായത് 1930കളുടെ ആരംഭത്തിൽ ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്ന കാലം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങിയ കാലം. ആ പ്രസ്ഥാനം ഇർവിൻ പ്രഭുവുമായി ഉണ്ടാക്കിയ സന്ധിയെ തുടർന്ന് പിൻവലിച്ചപ്പോൾ രാജ്യത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ, വളരെയധികം നിരാശരായതാണ്. നമ്മളിൽ പലർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. കാരണം ഇർവിൻ പ്രഭുവുമായി ഉണ്ടായ സന്ധിയുടെ ഭാഗമായി ഗാന്ധിജി ആ കരാർ അവസാനിപ്പിച്ചപ്പോൾ അന്നത്തെ യുവജനങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടായത് എന്ന് നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഈ ഘട്ടത്തിലാണ് ലോക മുതലാളിത്തം അഗാധമായ പ്രതിസന്ധിയിൽ ചെന്ന് ചാടിയതും പഞ്ചവത്സര പദ്ധതിയിലൂടെ സോവിയറ്റ് യൂണിയൻ വലിയ മുന്നേറ്റം നടത്തിയതും എന്ന് നമ്മൾ കൃത്യമായി ഓർക്കണം. അതോടെ സോഷ്യലിസ്റ്റ് ആശയഗതികൾ പ്രചരിപ്പിക്കാനും ജനങ്ങളെ ആകർഷിക്കാനും സഖാവ് ജാനകി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചു. കോൺഗ്രസിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSP രൂപം കൊണ്ട കാലമായിരുന്നു. അതിൻ്റെ ഒരു ഘടകം തമിഴ്നാട്ടിലും നിലവിൽ വന്നു. സഖാവ് AKജിയും അതുപോലെ തന്നെ P രാമമൂർത്തിയും പിന്നെ P ഗീതാനന്ദവും തമിഴ്നാട്ടിലാകെ ഈ CSP ഘടകം രൂപീകരിക്കുന്ന പ്രവർത്തനത്തിൽ മുഴുകി പ്രവർത്തിച്ചു. അതിനിടയിൽ സഖാവ് ജാനകി അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടായി. അങ്ങനെ 1936 വദനഗുണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് CSPയുടെ ഒരു സമ്മേളനം, അതിൽ പങ്കെടുക്കുക മാത്രമല്ല സഖാവ് ജാനകി അവിടെ വെച്ച് നല്ലൊരു പാട്ട് പാടുകയും ചെയ്തു. അതിനുശേഷം സഖാവ് ജാനകി CSPയുടെ പ്രവർത്തകയായി മാറുകയുണ്ടായി. അങ്ങനെ 1938 നടന്ന AICCയുടെ സമ്മേളനത്തിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടുത്ത മത്സരം നടന്ന കാലം. ഗാന്ധിജിയുടെ നോമിനേഷനിൽ സ്ഥാനാർത്ഥി പട്ടാഭി സീതാരാമയ്യ ഒരു ഭാഗത്ത്, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സുഭാഷ് ചന്ദ്രബോസ് മറുഭാഗത്ത്. കടുത്ത മത്സരത്തിൽ സുഭാഷ് ചന്ദ്രബോസാണ് ജയിച്ചത്. ഇത് തമിഴ്നാട്ടിലെ വലതുപക്ഷ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. അതിനാൽ സമ്മേളനം കഴിഞ്ഞ് ഉടൻ ബോസ് തമിഴ്നാട്ടിലെ പര്യടനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകാനും സ്വീകരണ പരിപാടി ഗംഭീരമായി വിജയിപ്പിക്കുവാനും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന CSP കൃത്യമായ ഒരു തീരുമാനമെടുത്തു. അതിന് മുൻകൈ എടുത്തത് മുത്തുലിംഗത്തേവരും ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സഖാവ് KP ജാനകിയുമായിരുന്നു. ആ പരിപാടികളിൽ ജാനകി സുഭാഷ് ചന്ദ്രബോസിനെ അനുഗമിച്ച് പല സ്ഥലങ്ങളിലും അദ്ദേഹം പതാക ഉയർത്തി. CSPയുടെ മധുരയിലെ കോൺഗ്രസ് കമ്മിറ്റി CSPയുടെ നിയന്ത്രണത്തിൽ വന്നപ്പോൾ സഖാവ് ഗുരുസ്വാമി പ്രസിഡന്റും KP ജാനകി അമ്മാൾ സെക്രട്ടറിയുമായി. ഒരേ സമയം കോൺഗ്രസിൻ്റെയും CSPയുടെയും പ്രവർത്തനം സജീവമായി അവർ നടത്തുകയുണ്ടായി. CSPക്കകത്തെ കമ്മ്യൂണിസ്റ്റുകാർ പതുക്കെ അതിൽ നിന്നും അകന്ന് ഒരു സ്വതന്ത്ര പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ജാനകിയും
അതേ വഴി തന്നെ സ്വീകരിച്ചു. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് മധുരയിൽ രൂപം കൊണ്ടു. അന്ന് അവിടെ സഖാക്കളായ ചെല്ലയ്യ, വി രാമനാഥൻ, എസ് ഗുരുസ്വാമി, കെ പി ജാനകിയമ്മാൾ, എൻ ശങ്കരയ്യ, ഐ വി സുബ്ബയ്യ തുടങ്ങിയവരായിരുന്നു അന്ന് ആ ബ്രാഞ്ചിലെ അംഗങ്ങൾ. 1938 രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച് യുദ്ധം സാമ്രാജ്യത്വ യുദ്ധമായിരുന്നതിനാൽ അതിനെതിരെ അണിനിരക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനം വന്നു. തൊഴിലാളി വർഗത്തെയും ജനങ്ങളെയുമൊക്കെ അണിനിരത്താൻ ആഹ്വാനം ചെയ്തത് കൊണ്ട് അതനുസരിച്ച് ഗോൾഡൻ റോക്കിലെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കവേ സഖാവ് ജാനകി അമ്മാൾ അറസ്റ്റിലായി. അന്ന് അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ജാനകി അമ്മാളിനോടൊപ്പം അവരുടെ ഭർത്താവ് ഗുരുസ്വാമിയെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഗുരുസ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചപ്പോൾ ജാനകിയെ അവർ വെല്ലൂർ ജയിലിലേക്കാണ് കൊണ്ടുപോയി തള്ളിയത് എന്ന് തന്നെ പറയാം. യുദ്ധത്തിനെതിരെ പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി, അതായത് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റിലായ സ്ത്രീ സഖാവ് ജാനകി അമ്മാളായിരുന്നു. അവരോടൊപ്പം അറസ്റ്റിലായ മറ്റൊരു സ്ത്രീയാണ് NS രുക്മിണി. അത് ഒരു സാന്ദർഭികമായിയുടെ സൂചിപ്പിക്കുന്നത് മാത്രം. കാരണം ആദ്യമായി അറസ്റ്റിലായത് ജാനകി അമ്മാളാണ്. അവരോടൊപ്പം മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് രുക്മിണിയുടെ പേര് ഞാനിവിടെ സൂചിപ്പിച്ചത്. അന്ന് അവർക്ക് ജയിലിൽ വളരെ മോശമായ ഭക്ഷണമാണ് നൽകിയിരുന്നത്. പലതരം പീഡനങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. അവർക്ക് അത്തരം പീഡനങ്ങളുടെ ഭാഗമായി ആസ്മ രോഗം ബാധിക്കുകയുണ്ടായി. അത് അവരുടെ മരണം വരെ ആ രോഗം ആ സഖാവിനെ വല്ലാതെ അലട്ടിയിരുന്നതായി ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. പോലീസിന്റെ ക്രൂര മർദ്ദനത്തിന്റെ ഭാഗമായി അവർക്ക് ആസ്മ, അത് അവരുടെ മരണം വരെ ആ രോഗം അവരെ വല്ലാതെ അലട്ടിയിരുന്നതായി ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 6 മാസത്തിന് ശേഷം സഖാവ് ജയിൽ മോചിതയായി. ജയിൽ മോചിതയായപ്പോൾ പിന്നെ അവർക്ക് നാടകമൊന്നും ഇല്ലാത്തത് കാരണം വരുമാനമൊന്നും ഇല്ലാതായി. എന്നാൽ മുൻകാലങ്ങളിൽ അവർ നാടകത്തിൽ ഉണ്ടാക്കിയത് ഉപജീവനത്തിനും അതുപോലെ തന്നെ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുമായി വിനിയോഗിക്കുകയാണ് ചെയ്തത്. കയ്യിലുള്ള വസ്തുക്കൾ ഓരോന്നോരോന്നായി അവർ വിൽക്കുവാൻ തുടങ്ങി. അങ്ങനെ 1940 മധുര ജില്ലയിലെ മൊട്ടയരമ്പിൽ കേഡർമാരുടെ ഇടയിൽ ഒരു പരിശീലനം നൽകാൻ ഒരു ക്യാമ്പ് പാർട്ടി തീരുമാനിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേൽ നിരോധനമുണ്ടായിരുന്നതിനാൽ കോൺഗ്രസിന്റെ പേരിലാണ് അന്ന് അവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അതിലന്ന് സഖാവ് AKG, സുബ്രഹ്മണ്യ ശർമ്മ തുടങ്ങിയവർ അതിൽ സംബന്ധിച്ചിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായി കാണാൻ കഴിയും. അതിനുവേണ്ടി വന്നിരുന്ന ചിലവിൻ്റെ ഏറിയ പങ്കും വഹിച്ചിരുന്നത് സഖാവ് ജാനകി തൻ്റെ സ്വന്തം കയ്യിൽ നിന്നായിരുന്നു എടുത്തിരുന്നത്. അതായത് ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ ജയിലിൽ നിന്നും മോചിതയായപ്പോൾ വരുമാനമെല്ലാം നിലച്ചു പോയതിനാൽ സ്വന്തം ആഭരണങ്ങൾ വിറ്റിട്ട തുക അന്നത്തെ ക്യാമ്പ് നടത്തിപ്പിനായി ഉപയോഗിക്കുകയായിരുന്നു ആ സഖാവ് ചെയ്തിരുന്നത്. കാരണം അന്നൊക്കെ ഈ പൊതുപ്രവർത്തനത്തിനായി ഇറങ്ങുമ്പോൾ ഇതിൽ നിന്നും എനിക്ക് എന്ത് കിട്ടുമെന്നോ അല്ലെങ്കിൽ എനിക്ക് എന്ത് നഷ്ടം വരുമെന്നോ എന്ന് ചിന്തിക്കുന്നവരായിരുന്നില്ല സഖാക്കൾ. ഇന്നത്തെ പോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളെ പോലെ ഇപ്പം നമുക്കറിയാം 9 വർഷമായി
കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് ഷാജി പ്രസംഗിച്ചത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ മോചനത്തിന് വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ഉന്നതിക്ക് വേണ്ടിയായിരിക്കണം എന്നാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അവർ ചിന്തിച്ചിരുന്നത്. തനിക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ എന്ത് നഷ്ടമാകും എന്ന് ഉള്ള ചിന്തയായിരുന്നില്ല. മറിച്ച് എന്നെ കൊണ്ട് എൻ്റെ സമൂഹത്തിന് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവരായിരുന്നു അന്നത്തെ സഖാക്കൾ, അഥവാ സമര പോരാളികൾ എന്നത് പുതിയ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഒരു മാതൃകയായിരുന്നു സഖാബ് ജാനകി അമ്മാളെന്ന് ചരിത്രം നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ്. കാരണം അത്രമാത്രം ത്യാഗങ്ങളാണ് അവർ സഹിച്ചിരുന്നതെന്ന്, അല്ലെങ്കിൽ ആദ്യകാല നേതാക്കന്മാർ സഹിച്ചിരുന്നതെന്ന് നമ്മൾ ഇവിടെ മറക്കാതെ ഓർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ പുതുതലമുറ ചിന്തിക്കുന്നതിനപ്പുറം ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു ആദ്യകാല സഖാക്കളുടെ ജീവിതം. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഈ സൗകര്യങ്ങൾ പോലും അവരുടെ ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ സാക്ഷിപത്രമാണ് എന്ന് നമ്മൾ മറക്കാതെ ഓർക്കണം. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിലേക്കൊന്നും വിശദമായി ഞാൻ പോകുന്നില്ല. കാരണം ഇതൊരു വലിയൊരു വിഷയമാണ്. ഇത്തരത്തിൽ ഒരുപാട് ചരിത്രങ്ങളുടെ തിരുശേഷിപ്പുകളായ പല സഖാക്കളും ഇന്ന് ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിപ്പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഇപ്പോൾ തൃശ്ശൂരുള്ളവരോട്, കാസർഗോഡുള്ളവർക്കും, അമേരിക്കയിലുള്ളവരോട്, കേരളത്തിലുള്ളവർക്കും ഒക്കെ സംസാരിക്കാനുള്ള സാഹചര്യം. എന്നിട്ടും നമുക്ക് നിരാശയും പരിഭവവും, ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്നുള്ള ആവലാദ്യം, ഇവനൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കണോ എന്നുള്ള ഒരു ജിജ്ഞാസയും ഒക്കെ നമ്മുടെ ഉള്ളിൽ വളരുന്നത് നമ്മൾ ആരൊക്കെയോ ആണ് എന്നുള്ള ഒരു ദുർചിന്തയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ വിശദമായി പോകുന്നില്ല. തങ്ങളുടെ എല്ലാ സമ്പാദ്യവും പാർട്ടിക്കും അതുപോലെ തന്നെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് കഷ്ടത, അതായത് തനിക്ക് സുഖമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും അതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം മാത്രമല്ല അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഒരു മോചനത്തിന് വേണ്ടിയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുമുള്ള പോരാട്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആദ്യകാലത്തെ നേതാക്കന്മാർ നമുക്ക് വഴികാട്ടിയിരുന്നത് എന്നത് നമ്മൾ ഈ അവസരത്തിൽ മറന്നു പോകരുതെന്ന് വളരെ വിനയത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ EMS കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. അതിലേക്ക് വിശദമായി ഞാൻ പോകുന്നില്ല. അങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് പട്ടിണി കിടക്കണം. അന്നത്തെ നേതാക്കന്മാരെയൊക്കെ പട്ടിണിയും പരിവട്ടവുമായി, അല്ലെങ്കിൽ ദാരിദ്ര്യവും തൻ്റെ കയ്യിലുള്ള സമ്പത്തൊക്കെ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും വേണ്ടി നീക്കിവെച്ചവരായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇന്ന് പട്ടിണി കിടക്കണം, പരിപ്പോടെയും കട്ടൻ ചായയും കുടിക്കണം, അത് മാത്രമേ കുടിക്കാവൂ. അല്ലെങ്കിൽ സഖാബ് CH കുറിച്ചൊക്കെ നമ്മൾ AKG കുറിച്ചും അതുപോലെ തന്നെ അഴീക്കോടിനെ കുറിച്ചൊക്കെ നമ്മൾ വിവിധ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതി പോലെ അവരൊക്കെ മൈലുകൾ, കിലോമീറ്ററുകൾ, കാതങ്ങൾ താണ്ടി കാൽനടയായി നടന്നു പോയിരുന്നു. അതുപോലെ നമ്മൾ കാൽനടയായി നടന്നു പോകണം എന്നൊന്നുമല്ല ഞാനിവിടെ പറയുന്നത് എന്ന് പ്രിയ സഖാക്കൾ ദയവായി മനസ്സിലാക്കണം. അല്ലാതെ പഴയ സഖാക്കളൊക്കെ പട്ടിണി കിടന്നവരായിരുന്നു, കാൽനടയായി നടന്നിരുന്നവരായിരുന്നു, നമ്മളിതൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ നമ്മുടെ ആദ്യകാല നേതാക്കന്മാർ അനുഭവിച്ച യാതനകളുടെയും ത്യാഗങ്ങളുടെയും ഫലമായി നമ്മുടെ നാട്ടിലെ നമുക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ, അതുപോലെ ഇപ്പോഴുള്ള സുഖ സൗകര്യങ്ങളും ഒക്കെയും തീർച്ചയായും ഉപയോഗിക്കാനുള്ള അവസരം നമുക്കിന്നുണ്ട്. എത്രയും പെട്ടെന്ന്
ഇന്ന് എത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അത് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് സഖാവ് വി.ടി. രണദീപയുടെ വാക്കുകൾ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്, അല്ലെങ്കിൽ സഖാക്കളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ വഴിമാറി പോകുകയല്ല പ്രിയപ്പെട്ട സഖാക്കളെ. ആ കമ്മ്യൂണിസ്റ്റ് ക്യാമ്പ് അവിടെ കൂടിയവരെ സംബന്ധിച്ചിടത്തോളം, അവിടെ കൂടിയവരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ മാർക്സിസത്തെക്കുറിച്ച് വലിയ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ, ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. കൂട്ടത്തിൽ ജാനകിയെയും ക്യാമ്പിനെ കുറിച്ചും കമ്മ്യൂണിസ്റ്റുകാർ അതിൽ പങ്കെടുത്തതിനെക്കുറിച്ചുമുള്ള വിവരം എങ്ങനെയോ പോലീസുകാർ മണത്തറിഞ്ഞു. അവർ ഇരമ്പി പാഞ്ഞുകൊണ്ട് സ്ഥലത്തെത്തി. അവിടെയുള്ള പലരെയും അറസ്റ്റ് ചെയ്തു. അപ്പോൾ സഖാവ് ജാനകി അറസ്റ്റിലായില്ലെങ്കിലും 1941 ദേശരക്ഷാ നിയമപ്രകാരം അവരെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കി. ഈ കരിനിയമപ്രകാരം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി അറസ്റ്റിലായ വനിതയും സഖാവ് KP ജാനകി അമ്മാളാണെന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. 1943 ബംഗാളിൽ ഒരു കടുത്ത ക്ഷാമമുണ്ടായി. നമ്മളിൽ മുതിർന്ന സഖാക്കൾക്ക്, നമ്മളെ MNS പോലുള്ള സഖാക്കൾക്കും അതുപോലുള്ള സഖാക്കൾക്കുമൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണ്. ഇത് എന്താ പറയുക, ഇത് സാന്ദർഭികമായി ഉണ്ടാക്കി പറയുന്നതോ അല്ലെങ്കിൽ ഇത് വാക്കുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പറയുന്നതല്ല. ബംഗാളിൽ കടുത്ത ക്ഷാമം ഉണ്ടായി എന്ന് നമ്മളിൽ മുതിർന്ന പല സഖാക്കൾക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ലക്ഷങ്ങൾ മരിച്ചു വീണിരുന്നൊരു കാലം. അങ്ങനെയുള്ള ക്ഷാമം മൂലം കഷ്ടപ്പെടുന്ന ബംഗാളികളെ സഹായിക്കാൻ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടക്കകാലം മുതൽ തന്നെ അധ്വാനിക്കുന്നവരുടെയും അശരണരുടെയും കണ്ണീരൊപ്പിക്കൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഈ ജാനകി അമ്മാൾ എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ബംഗാളികളെ സഹായിക്കാൻ രാജ്യത്താകെ ഫണ്ട് പിരിവും മരുന്നും ഭക്ഷണമൊക്കെ ശേഖരിക്കുന്ന ഒരു കാലം. ആ സന്ദർഭത്തിൽ മധുരയിലും പരിസരങ്ങളിലും അത്തരം പ്രവർത്തനങ്ങൾക്ക് സഖാവ് ജാനകി വലിയ രീതിയിലാണ് നേതൃത്വം നൽകിയതെന്ന് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി, അതുപോലെ തന്നെ സാംസ്കാരിക പ്രദർശനങ്ങൾ നടത്തി, ക്ഷാമം മൂലം കഷ്ടപ്പെടുന്ന ബംഗാളികളോട് സഹാനുഭൂതി ലഭിക്കാൻ ഇത് തമിഴ്നാട്ടിലാകെ സഹായിച്ചു എന്ന് തന്നെ പറയാം. അതേ വർഷം തന്നെ ഹാർവേ മില്ലിൽ ഒരു വലിയ പണിമുടക്ക് നടന്നു. അതിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ സഖാവ് ജാനകി വീണ്ടും പോലീസ് അറസ്റ്റിലായി. അടുത്ത വർഷം സഖാവ് പി രാമമൂർത്തി കൈത്തറി തൊഴിലാളികളുടെ ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർത്തു. അത് വിജയിപ്പിക്കുവാൻ സഖാവ് ജാനകി അമ്മാൾ കയ്യും മയ്യും മറന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തത് എന്ന് കാണാൻ കഴിയും. തുടർന്ന് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനാണ് സഖാവ് വ്യാപൃതിയായത്. ഫ്യൂഡൽ പ്രഭുത്വത്തിനെതിരെ അനവധി സമരങ്ങൾക്ക് സഖാവ് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ആത്മാർത്ഥത നിറഞ്ഞ അവരുടെ പ്രവർത്തനം കർഷക തൊഴിലാളികൾക്കിടയിൽ അവരെ വളരെയേറെ പ്രിയങ്കരിയാക്കി മാറ്റി. ഈ ഘട്ടത്തിലാണ് എല്ലാവരും സഖാവ് ജാനകി അമ്മാളിനെ അമ്മ എന്ന് വളരെ സ്നേഹത്തോടെ ആദരവോടെ വിളിക്കാൻ തുടങ്ങിയത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന എല്ലാ പ്രക്ഷോഭങ്ങളിലും സഖാവ് ജാനകി അമ്മാൾ പങ്കെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 1950 സഖാവ് AKG, അതുപോലെ തന്നെ സഖാവ് KTK തങ്കമണി, MR വെങ്കട്ടരാമൻ, മുനിസ്വാമി തുടങ്ങിയവരെല്ലാം അറസ്റ്റിലായി. തുടർന്ന് ജാനകി അമ്മാളും അറസ്റ്റിലായി. അന്ന് അവരെ വെല്ലൂർ ജയിലിലേക്കാണ് ആ സമയം ജാനകി അമ്മാളിനെ പാർപ്പിച്ചത്.
മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വെല്ലൂർ ജയിലിൽ 28 പേരെ, 22ആണോ 28ആണോ എന്ന് സംശയമുണ്ട്, എങ്കിലും 22 എന്ന് നമുക്ക് പറയാം, കാരണം കൃത്യതയായ ഒരു കണക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ 28 പേരെ വെടിവെച്ച് കൊന്നു. അതിൽ പ്രതിഷേധിച്ച് മറ്റു തടവുകാരോടൊപ്പം ജയിലിനകത്ത് സഖാവ് KP ജാനകി അമ്മാൾ നിരാഹാര സമരം നടത്തുകയുണ്ടായി. അനീതി എവിടെ കണ്ടാലും അതിനെ ചോദ്യം ചെയ്യും. കാരണം ആ സഖാവ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ജയിലിലും ആ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. 6 വർഷത്തെ ജയിൽ ജീവിതത്തിനിടയിൽ അത്തരത്തിലുള്ള എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ വിശദമായി പോകാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാം. വെല്ലൂർ ജയിലിൽ തടവുകാരെ അങ്ങേയറ്റം പീഡിപ്പിക്കുന്ന ഒരു പെൺ ഹിറ്റ്ലർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാർഡൻ ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ ജാനകി അമ്മാൾ ബഹുമാനപൂർവം എഴുന്നേറ്റില്ല എന്ന ഒറ്റ കാരണം. അതുകൊണ്ട് തന്നെ ആ ജയിൽ ഹിറ്റ്ലർ എന്നറിയപ്പെടുന്ന പെൺ ഹിറ്റ്ലർ വല്ലാതെ ക്ഷോഭം കൊണ്ട് വല്ലാതെ ക്രൂരയായി ജയിൽ പട്ടി എന്ന് വിളിച്ചു ജാനകി അമ്മാളിനെ. അധിക്ഷേപിക്കുക മാത്രമല്ല, അവരുടെ ചെരിപ്പൂരി സഖാവിനെ അടിക്കുകൂടി ചെയ്തു. അടുത്ത ദിവസം തടവുകാരെല്ലാം പതിപോലെ വരിയായി നിന്നു. അപ്പോൾ ജാനകി അമ്മാൾ പതുക്കെ പെൺ ഹിറ്റ്ലറുടെ അടുത്തേക്ക് നടന്നു ചെന്ന് തൻ്റെ കാലിൽ അണിഞ്ഞിരുന്ന ചെരുപ്പ് അവരുടെ മുഖത്ത് 2 അടി വെച്ച് കൊടുത്തു. എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം അത് ആരും പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവമായിരുന്നില്ല. അതാണ് ജാനകി അമ്മാൾ. അനീതിക്കെതിരെ പ്രതികരിക്കാൻ ആ സഖാവ് ഒരിക്കലും മടിച്ചിട്ടില്ല. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും അവർ തയ്യാറായിരുന്നു. അനീതിയെ എതിർക്കുക എന്നത് തൻ്റെ ജീവിത ദൗത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ചൂഷിതർക്ക് വേണ്ടി എല്ലാ കാലങ്ങളിലും പ്രവർത്തിക്കുകയും ജാതിമത ചിന്തകൾക്ക് അതീതമായി, ജാതി വ്യവസ്ഥകൾക്ക് അതീതമായി മനുഷ്യരെ സ്നേഹിക്കുകയും ചെയ്ത ഒരു നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു സഖാവ് ജാനകി അമ്മാൾ. അതുപോലെ തന്നെ അവരുടെ ആത്മസുഹൃത്തായ ഒരു തടവുകാരി ഉണ്ടായിരുന്നു. അവരുടെ കഥയെല്ലാം ജാനകി അമ്മാൾ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം അവരൊരു ആത്മഹത്യ ശ്രമം നടത്തി. ആത്മഹത്യാ ശ്രമം നടത്താൻ തയ്യാറായി. അത് നടത്താൻ അവരെ പ്രേരിപ്പിച്ച ഭർത്താവിനെ കാണാൻ ഒരു വനിതാ വാർഡൻ അവരെ നിർബന്ധിച്ചു. എന്നാൽ അവർ നിർബന്ധത്തിന് വഴങ്ങിയില്ല. അതുകൊണ്ട് ആ വാർഡൻ അവരെ ക്രൂരമായി മർദ്ദിച്ചു. വാർഡൻ നടപടിയിൽ സഖാവ് ജാനകി അമ്മാൾ വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു. ഇത്തരം ക്രൂരമായി തടവുകാരോട് പെരുമാറുന്ന അവരെ അവിടെ നിന്നും സ്ഥലം മാറ്റുകയെങ്കിലും വേണമെന്ന് അവർ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി തനിക്ക് ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്തു. അവസാനം ആ ക്രൂരയായ വാർഡനെ സ്ഥലം മാറ്റിയതിനു ശേഷമാണ് അവർ ഒന്ന് സമാധാനപ്പെട്ടത്. അതാണ് സഖാവ് ജാനകി അമ്മാൾ, അല്ലെങ്കിൽ അതാണ് സഖാവ് ജാനകി അമ്മാളിന്റെ ജീവിതം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഞാൻ മുകളിൽ പറഞ്ഞ കർഷക തൊഴിലാളി രംഗത്തെ മഹിളാ രംഗത്തുമാണ് അവർ മുഖ്യമായും ശ്രദ്ധിച്ചത്. പല രൂപങ്ങളിൽ രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കുകയും ചെയ്തു. മധുര മുനിസിപ്പൽ കൗൺസിൽ അംഗം, ജില്ലാ ബോർഡ് മെമ്പർ, MLA എന്നീ നിലകളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരിക്ക് എല്ലാ തരത്തിലും ചേർന്ന വിധം അവർ ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ഭർത്താവിൻ്റെ മരണം വരെ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ 1ാം ഭാര്യയോടും ഒന്നിച്ചാണ് സഖാവ് ജാനകി അമ്മാൾ താമസിച്ചത്. ഭർത്താവിൻ്റെ മരണശേഷം മധുരയിലെ പാർട്ടി ഓഫീസിലേക്ക് സഖാവ് താമസം മാറുകയുണ്ടായി. പിന്നീട് തൻ്റെ മരണം വരെയും സഖാവ് താമസം ആ പാർട്ടി ഓഫീസിലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിളർപ്പുണ്ടായപ്പോൾ തീർച്ചയായിട്ടും റിവിഷണലിസത്തിനെതിരെ, അധികാര കൊതിയന്മാർക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട്
CPM-ഓടൊപ്പമാണ് സഖാവ് ജാനകി അമ്മാൾ നിന്നത്. തമിഴ്നാട്ടിൽ CPM കെട്ടിപ്പടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സഖാവാണ് ജാനകി അമ്മാൾ. സംസ്ഥാനത്തെ അഖിലേന്ത്യാ മഹിള രൂപവൽക്കരിക്കുന്നതിൽ മുൻകൈയെടുത്ത അവർ അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയായി. ജീവിതം മുഴുവനും രാജ്യത്തിനും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനും ഒഴിഞ്ഞുവെച്ച അവര്, അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യ ഗവൺമെന്റ് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ അവരെ ആദരിച്ചുകൊണ്ട് തമ്രപത്രവും സ്വാതന്ത്ര്യ സമര പെൻഷനും നൽകിയെങ്കിലും അത് അവർ സ്വീകരിക്കുവാൻ തയ്യാറായില്ല. കാരണം ഇന്ന് നമ്മൾ കേട്ട കഥകളിൽ പലരും സ്വാതന്ത്ര്യ സമര പെൻഷനും അതുപോലത്തെ തമ്രപത്രവും ഒക്കെ കിട്ടുവാൻ വേണ്ടി പഴയ കാലത്തെ ചരിത്രവും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ഘട്ടത്തിലാണ് അവർക്ക് തമ്രപത്രവും സ്വാതന്ത്ര്യ പെൻഷനും നൽകിയെങ്കിലും അവർ സ്വീകരിക്കാൻ തയ്യാറാവാത്തത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്ന രീതിയിൽ താൻ ഒന്നും പ്രതീക്ഷിച്ചല്ല, മറിച്ച് ഇത് എൻ്റെ ജീവിത ദൗത്യമാണ്, ഇതൊക്കെ താനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല, മറിച്ച് ജനങ്ങളെ സേവിക്കുന്നത് എന്ന ചെറിയ ഒരു വലിയൊരു സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ആ സഖാവ് സ്നേഹപൂർവം അതൊക്കെ നിരസിച്ചത്. ഇതുപോലെയുള്ള നിരവധി സഖാക്കൾ അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ഈ നിലയിൽ വളർന്നു വന്നിട്ടുള്ള സത്യം നാം ഓരോരുത്തരും ഓർക്കുകയും മനസ്സിലാക്കുകയും വേണമെന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുന്നു. വലിയ പാർട്ടി എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. എന്നാൽ നിശ്ചയദാർഢ്യമുള്ള ശക്തമായ നിലപാടുള്ള ഒരു പ്രസ്ഥാനമേതെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉറച്ച സ്ഥലത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കും. അത് ഇന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന CPIM തന്നെയാണ്. കാരണം അധികാരത്തിന്റെ പിറകെ പായുന്നവരല്ല നമ്മൾ അധികാരം വെറ്റിലത്താളത്തിൽ വെച്ചാലും വെള്ളിത്തളികയിൽ വെച്ച് നീട്ടിയാലും ഒരിക്കലും ഇന്ത്യയുടെ ഭരണം നയിക്കുന്ന പ്രധാനമന്ത്രി പദവി വെച്ച് നീട്ടിയിട്ടും നിരസിച്ചുകൊണ്ട് ഞങ്ങൾ അധികാരത്തിലിരിക്കണമെങ്കിൽ ഞങ്ങളുടെ നയപരിപാടികൾ ഇല്ലെങ്കിൽ വിചാരിക്കുന്ന രീതിയിൽ രാജ്യത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമാണ് സ്വീകരിക്കുകയുള്ളൂ എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായി CPIM. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്നും CPIM മുന്നോട്ട് പോകുന്നത്. നമ്മളിവിടെ ഓർക്കുന്ന സഖാവ് ജാനകി അമ്മാൾ, അവരുടെ സംഭവബഹുലമായ ജീവിതം 1998 മാർച്ച് 1 അവർ നമ്മളോട് എന്നേക്കുമായി വിട പറഞ്ഞു. അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകൾക്ക് ഇത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ച നേതാക്കന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാൻ ഇത്തരം ക്ലാസുകൾ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഫാസിസ്റ്റുകൾ പുതിയ ചരിത്രമുണ്ടാക്കുകയും പഴയത് മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന ഈ കെട്ടകാലത്ത് അവർക്ക് അനുകൂലമായി ചരിത്രങ്ങൾ ഉണ്ടാക്കുന്ന ഈ കാലത്ത് ഇത്തരം ധീര പോരാളികൾ ജീവിച്ചിരുന്നുവെന്ന് പുതിയ തലമുറ പഠിക്കരുതെന്ന് ശ്രദ്ധിക്കുന്ന ഫാസ്റ്റ് ഫുഡ് കാലത്ത് നമ്മളിൽ അത്തരം കാലഘട്ടത്തിൽ നമ്മൾ ഇതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ആര് പറയുന്നു എന്നതല്ല. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ഉയരമില്ലാത്തതാണ് എൻ്റെ ഉയരം എന്ന് പറയുന്നത് പോലെ ഓരോ അറിവും വളരെ വിലപ്പെട്ടതാണ്. ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയും,
താഴെ കിടക്കുന്ന ഒരു പേപ്പർ കഷ്ണം, അതിനെ നമ്മൾ ഒരിക്കലും നിസാരമായി കാണരുത്. കാരണം അതിനൊരു നൂലും ഒരു ഈർക്കിൽ എന്ന് പറയുന്ന സാധനവും വളച്ചു വെച്ച് അതിനൊരു നൂല് കെട്ടിയാൽ അതിനെ പിന്നെ നമ്മൾ കാണണമെങ്കിൽ ആകാശത്തിലേക്ക് തല ഉയർത്തി നോക്കണം എന്നുള്ളതുപോലെ അത്തരം കാലഘട്ടങ്ങൾ, ഈ കെട്ട കാലഘട്ടത്തിൽ ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടുന്ന ഓരോ സഖാക്കളും ഇത്തരം കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. കാരണം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട പ്രസ്ഥാനമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു പങ്കും വഹിച്ചിട്ടില്ലെന്ന് പറയുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം തങ്ങളാണ് ഇതിൻ്റെയൊക്കെ ആകെ അവകാശികളെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് അവകാശം പേറിയവർ ഇന്നും അവരും ചരിത്രത്തിൽ നിന്ന് പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, 3-ാം തവണയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ നമ്മുടെ രാജ്യത്തെ ആകെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യവും ഞങ്ങളാണ്, ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്ന വലതുപക്ഷ കോൺഗ്രസ് ശക്തികൾ പോലും ഇന്ന് ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിമാറ്റിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അന്ന് ബ്രിട്ടീഷുകാർക്ക് പാത ചെയ്തവരാണ് ഇന്ന് 3-ാം വട്ടവും നമ്മളെ ഭരിക്കാൻ അവകാശം നേടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് അവർക്ക് കാലം നൽകിയ തിരിച്ചടിയായിരിക്കും. കാരണം ഏറ്റവും അധികം ത്യാഗം സഹിച്ച് പതിറ്റാണ്ടുകൾ ജയിലറകളിൽ കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ചരിത്രം പുറത്ത് കാണിക്കാതെ അത് പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിമാറ്റിക്കൊണ്ട് അധികാര കൊതിയന്മാരായ തങ്ങളാണ് എല്ലാം ചെയ്തത് എന്ന് പറഞ്ഞു വെച്ച കോൺഗ്രസിനേറ്റ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ന് സവർക്കറെ പോലെ, AB വാജ്പേയിയെ പോലുള്ള, നരേന്ദ്രമോദിയെ പോലുള്ളവർ ഇന്ന് അവരെ പുണ്യവാളന്മാരാക്കിക്കൊണ്ട് RSS നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തിനും സ്വാതന്ത്ര്യ സമരത്തിനും അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളെ കർഷക തൊഴിലാളികളെ, ബീഡി തൊഴിലാളികളെ, റിക്ഷാ തൊഴിലാളികളെ, അതുപോലെ തന്നെ എല്ലാ വിഭാഗം തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിലും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾക്കും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പോരാടിയവരാണ് ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇത്തരം ചരിത്രകാരന്മാരെയും നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം എന്ന് ഒരിക്കൽ മഹാത്മാഗാന്ധി പറയുകയുണ്ടായി. വരുന്ന തലമുറ ഞാൻ ജീവിച്ചിരുന്നുവെന്ന് ചിലപ്പോൾ വിശ്വസിക്കുകയില്ല എന്ന്. അതല്ലേ നമ്മൾ ഉത്തരേന്ത്യയിൽ ആകെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്തരത്തിലുള്ള വാർത്തകളാണ് ഉത്തരേന്ത്യയിൽ ആകെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ് പ്രിയപ്പെട്ട സഖാക്കളെ. സമയം ഒരുപാട് ദീർഘിപ്പിച്ചു പോയി എന്ന് എനിക്ക് തോന്നുകയാണ്. എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ കുറച്ച് 1-2 കാര്യങ്ങൾ കൂടി പറയുകയാണ്. കാരണം കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പോരാളികൾ. അവർ സഹിച്ച ത്യാഗങ്ങൾ, അവർ നാടിനു വേണ്ടി സഹിച്ച യാതനകൾ ഞാൻ മുകളിൽ പറഞ്ഞ സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ചവർ. ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പല നേതാക്കളെയും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ആചാര്യൻ, ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ സഖാ VMS ആരായിരുന്നു? മരിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ കൈമുതൽ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൈമുതലായി എന്താണ് ഉണ്ടായിരുന്നത്? അവർക്ക് അവരുടെ കാര്യം മാത്രം നോക്കിയാൽ സുഖലോലുപമായി ജീവിക്കാമായിരുന്നു. എന്നാൽ അവർ അതല്ല സ്വീകരിച്ചത്. അവർ തിരിച്ചറിഞ്ഞു, തങ്ങളുടെ ജീവിത ദൗത്യം അതല്ല. തങ്ങളുടെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രവർത്തിച്ച് മുന്നേറിയ അവരുടെയൊക്കെ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും അതുപോലെ തന്നെ രാജ്യത്തിന്റെ മോചന പോരാട്ട വീഥികളിലും അവർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങൾ നമുക്കെന്നും ഫാസിസത്തിനും മതതീവ്രവാദത്തിനും എതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഊർജമായി കൊണ്ട് വരും കാലങ്ങളിൽ സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ നമുക്കറിയാം, മാധ്യമങ്ങളുടെ പിന്തുണയോടെ അപരാധങ്ങളുടെ കെട്ടഴിച്ചു വിട്ട കാലമാണ്. ഈ കാലഘട്ടത്തിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കി
പൊതുജനങ്ങളിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം മുഴുവൻ സഖാക്കളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്താണ് സോഷ്യൽ മീഡിയ? പ്രിയപ്പെട്ട സഖാക്കളെ, ഞാൻ വിശദീകരിച്ച് പറയാൻ നിൽക്കുന്നില്ല. ഇനി ഏതാനും 1-2 വാക്കുകളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ജാനകി അമ്മാളും അതുപോലെ തന്നെ ആയിരക്കണക്കിന് സഖാക്കൾ അനുഭവിച്ച ത്യാഗവും നിർബലമായ നിസ്തലമായ സേവനങ്ങളും ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തിനാണ് സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ 170 മേലെ 200-നടുത്ത് ആളുണ്ട്. എത്ര പേർക്ക് ഇതിനോട് താല്പര്യമുണ്ട്? ആ താല്പര്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരറിവും ചെറുതല്ല പ്രിയപ്പെട്ട സഖാക്കളെ. പണ്ടത്തെ കാലങ്ങളിൽ, മാധ്യമങ്ങളില്ലാത്ത കാലങ്ങളിൽ അവർ അനുഭവിച്ച ത്യാഗം, ആ ത്യാഗമല്ല ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ത്യാഗം. ഇന്ന് നമ്മുടെ ശത്രുക്കൾ മാധ്യമങ്ങളും ഫാസിസ്റ്റുകളും ബൂർഷാസികളും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളുമല്ല. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വിരുദ്ധ ശക്തികളും മാധ്യമങ്ങളുമാണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ. അത്തരം ശത്രുക്കൾക്കെതിരെ പടപൊരുതാൻ നമുക്ക് വലിയൊരു ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും എത്ര പേർ അത് ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ ആലോചിക്കണം, നിങ്ങൾ ആലോചിക്കണം. നമ്മളെ കൂടെയുള്ളവർക്ക് ആ ആലോചന നമ്മൾ പങ്കുവെച്ച് കൊടുക്കണം. എന്തായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിത ലക്ഷ്യം? ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുവാൻ നമ്മൾ എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. കാരണം അന്നത്തെ കാലത്ത് സഖാ BMS പോലുള്ളവരും മറ്റു വലിയ വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ച ആളുകളും ഒക്കെ അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട്, അതെല്ലാം സാധുക്കൾക്ക് വേണ്ടി വീതം വെച്ചു കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴും അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണ്? തങ്ങളുടെ ജീവിത ദൗത്യം അത് നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രവർത്തിച്ച് മുന്നേറിയ അവരോരോരുത്തരുടെയും ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും അതുപോലെ തന്നെ രാജ്യത്തിന്റെ മോചന പോരാട്ട വീതികളിലും അവർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങൾ നമുക്ക് എന്നും കരുത്ത് പകരേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ന് നമുക്കറിയാം മാധ്യമങ്ങളുടെ പിന്തുണയുടെ അപരാധങ്ങൾ കെട്ടയച്ചു വിടുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ എന്താണ് യാഥാർത്ഥ്യമായ എന്നത് മനസ്സിലാക്കി പൊതുജനങ്ങൾ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ മുഴുവൻ സഖാക്കളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുള്ള എളിയ പ്രവർത്തനമായി ചരിത്രം രചിച്ചവർ എന്ന പേരിൽ നമ്മുടെ ഈ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ നടത്തിയ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്കും ഹൃദയത്തിൽ തൊട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, എനിക്കറിയാം ഞാൻ പ്രായം കൊണ്ടും അതുപോലെ തന്നെ അറിവ് കൊണ്ടും നിങ്ങളെക്കാൾ എത്രയോ ചെറുതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടും എല്ലാവരോടുമുള്ള സ്നേഹാദരവോടുകൂടി പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വഴികളിൽ കൂടി സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആശയ പ്രചരണം നടത്തുവാൻ മുന്നോട്ട് വരണം. കാരണം നമ്മളെല്ലാവരും ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടേണ്ടത്. അതാണ് മുന്നൊരു കവി പാടിയത്, നമ്മളല്ലാതെ മറ്റാരും സഖാക്കളെ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഉണർത്തിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ഈ നിസ്സീമമായ സഹകരണത്തിനും ഈ അഡ്മിൻ പാനൽ, എനിക്ക് എൻ്റെ എത്രയോ വർഷക്കാലത്തെ ആഗ്രഹമായിരുന്നു ഇത്തരം ഒരു പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളത്. അതിന് എനിക്ക് അവസരമൊരുക്കി തന്ന അഡ്മിൻ പാനലിനോടും എന്നെ ഇതുവരെ എൻ്റെ വാക്കുകൾ ശ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, സഖാക്കൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വളരെ താഴ്മയോടുകൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വിനയത്തിന്റെ ഭാഷയിൽ ഉണർത്തിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ നൽകിയിട്ടുള്ള നിസ്സീമമായ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, നമുക്ക് നേടുവാൻ ഇനിയുമുണ്ട് ഒരുപാട് നല്ല നാളുകൾ. ആ നല്ല നാളുകളിൽ നിങ്ങളോടൊപ്പം എന്നെയും ചേർത്തണമെന്നും കൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ലാൽ സലാം. വിപ്ലവം ജയിക്കട്ടെ.